വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മാസം 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് പുതിയ നോട്ട് ടു അറസ്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടി കിട്ടുമ്പോൾ ജയ് വിളിക്കാനായി കുറെ ആളുകൾ നിന്നിരുന്നു, ഡിവൈഎഫ്ഐ അടക്കം. അവരൊക്കെ തേഞ്ഞൊട്ടി പൊതിച്ചോറുമായിട്ടാണ് നിന്നത്. കഴിഞ്ഞ ദിവസം പൊതിച്ചോറും കൊണ്ട് പോയായിരുന്നു. ഇത്തവണ അവർ തേഞ്ഞൊട്ടി എന്ന് പറയണം. കാരണം ഒരു പുരുഷൻ എന്ന നിലയിൽ ഞാൻ ചോദിച്ചു, സാധാരണ പുരുഷന്മാർക്കൊപ്പമാണ് പുരുഷന്മാരെന്ന് കേട്ടിട്ടുണ്ട്. പൊതുവെ സ്ത്രീകൾ ഒരു തെറ്റ് ചെയ്താൽ സ്ത്രീകൾക്കൊപ്പം സ്ത്രീകൾ നിൽക്കാറില്ല. പക്ഷെ പുരുഷന്മാർ ഒറ്റക്കെട്ടാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒറ്റക്കെട്ടല്ല. അല്ല, രാഹുലിന്റെ വിഷയത്തിൽ എന്താ നിലപാടെന്താ? രാഹുൽ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തെങ്കിൽ അല്ലേ? അതാണല്ലോ, ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇതേ നിലപാട് തന്നെയാണ് എനിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പ്രൊജക്ട് ചെയ്ത് പറയണം. ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതാരായാലും. ഇപ്പൊ ഒരു കൊലപാതകിയോട് നിങ്ങൾ എന്തിനാണ് കൊലക്കുറ്റം, രണ്ട് തരത്തിൽ കൊല ചെയ്യാം. ഒന്നുകിൽ നിലനിൽപ്പിന് വേണ്ടി കൊല ചെയ്യാം, അല്ലെ? ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൊല ചെയ്യാം. അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഞാൻ കൊല ചെയ്യാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഉദ്ദേശത്തോടു കൂടി കൊല ചെയ്യാം. അപ്പോ ഇതിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ചില സാഹചര്യങ്ങൾ കാരണം പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം. പിന്നെ കോടതിയുടെ നിലപാടിനെ 100% ബഹുമാനിക്കുന്നത് കൊണ്ടും നമ്മളത് നിൽക്കുന്നു. എന്നാലും ചോദിക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് തൃപ്തിയില്ലാത്തല്ലോ, എന്നാലും ചോദിക്കുകയാണ്, ഈ വിഷയം എങ്ങനെയാ കണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തിയെ അദ്ദേഹത്തിന്റെ തുടക്കകാലം മുതൽ, അതായത് പത്തനംതിട്ട KSUവിന്റെ ജില്ലാ പ്രസിഡന്റായ കാലം മുതൽ ശ്രദ്ധിച്ചു തുടങ്ങി. കാരണം വളരെ നല്ല രീതിയിൽ പ്രസംഗിക്കുന്ന ആളുകളെ, എത്ര ആളുകൾ കൂടുന്നു അത്രയും ആളുകളെ തൻ്റെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി തന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു ചെറിയ പയ്യൻ. ഞങ്ങളുടെയൊക്കെ ജൂനിയറായിട്ട് വന്ന ആളാണ്. അപ്പോൾ പിന്നീട് ചാനൽ ചർച്ചകളിലാണ് കാണുന്നത്. കുറേ നാളത്തേക്ക് ഈ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തിന് ശേഷം പിന്നെ കുറേ നാളത്തേക്ക് കണ്ടില്ല. ആ ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരുന്ന സമയത്തൊക്കെ പല സമരങ്ങളുടെയൊക്കെ മുന്നിൽ വളരെ മെലിഞ്ഞിട്ട് കുറ്റിത്താടിയൊക്കെ വെച്ച് തുടങ്ങിയ ഒരു ചെറിയ പയ്യൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, അവൻ്റെ മുദ്രാവാക്യം വിളികളാണ് നമ്മൾ ആദ്യം അവനെ ശ്രദ്ധിച്ചത്. കാരണം മറ്റുള്ളവർ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതിനെക്കാട്ടും ഗംഭീരമായി പുതിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആളുകളെ, അപ്പോഴും ആയിട്ട് നിൽക്കുന്ന ആളുകൾ, അതായത് ജൂനിയറായിട്ട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ജൂനിയറായിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രവർത്തനമായിരുന്നു അന്ന് അടൂർ നഗരസഭയുടെ ചെയർമാനായ ശ്രീ ബാബു ദിവാകരൻ. അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്ന് പോലും അറിയില്ല. ബാബു ചേട്ടനാണ് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകളെ കൂടെ നിർത്തുന്നത്. അവർക്കുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത്, അന്ന് സീനിയർ നേതാവാണ്, നഗരസഭാ ചെയർമാനാണ്, കൗൺസിലറായി വന്ന് നഗരസഭാ ചെയർമാനായി. അദ്ദേഹത്തോടൊപ്പമാണ് പിന്നെ MG കണ്ണൻ, അദ്ദേഹം മരണപ്പെട്ടുപോയി. ഇവരുടെയൊക്കെ ഒരു സഹായി അല്ലെങ്കിൽ ജൂനിയർ എന്നുള്ള രീതിയിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ കടന്നു വരുന്നത്. പിന്നെ എനിക്ക് അറിയാവുന്നത് ശ്രീ തെന്നലജി ബാലകൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധമുള്ള ആളാണ് രാഹുൽ. അദ്ദേഹം മരിച്ച ദിവസം രാഹുൽ നടത്തിയ ഒരു പത്രസമ്മേളനം, ഒരു അനുശോചന സമ്മേളനത്തിനാണ് ശരിക്കും ഇത് പുറത്ത് പറയുന്നതെങ്കിലും അതിനു മുമ്പ് തന്നെ നമുക്കറിയാം. കാരണം അടൂര്, കടമ്പനാട് ആ മേഖലയിലാണ് ഇവർ താമസിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ശൂരനാട് കുടുംബവുമായിട്ടൊക്കെ ബന്ധമുണ്ടാവാം. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഒരു ജൂൺ 20 ഈ കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ, ഈ വർഷം തന്നെ ജൂൺ മാസത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ സ്ത്രീ മരിച്ചു. ഈ സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ ചാണ്ടിയുമ്മനൊക്കെ വന്ന് വലിയ പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്നു. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം, ഇത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. ഈ സമരം നടക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കൂടെ അബിൻ വർക്കിയുണ്ട്. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു യുവനിര തന്നെ കൂടി വന്ന ഒരു വലിയ സമരം, പോലീസുമായിട്ട് ഒന്നും വേണം. അന്നാണ് ഞാൻ ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആളെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു മാറി നിന്നുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ അണികൾക്ക് കൊടുത്ത് എങ്ങനെ ഒരു സമരം വിജയിപ്പിക്കാം, അല്ലെ പ്രക്ഷോഭം ഉണ്ടാക്കാം എന്നുള്ളത് കൃത്യമായി ഡയറക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ഒരു ടീം വന്ന് ഇവരുടെ ബാരിക്കേഡ് പിടിച്ച് കുലുക്കുന്നു, അതിനുശേഷം മറിക്കുന്നു, അപ്പം ജലപീരങ്കി വരുന്നു, അതിനെ പ്രതിരോധിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ട് അതിനാളെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു മികച്ച സംഘാടകനാണെന്ന് മനസ്സിലായി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു പെൺകുട്ടി ആരോപണം ഉന്നയിക്കുന്നു, എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പീഡനം വരുന്നു, ഗർഭചിത്രം വരുന്നു, ഒന്നിന് പിറകെ ഒന്നായിട്ട് പാലപാലയായിട്ട് ഇങ്ങനെ വരുന്നു. അവസാനം KPCC സംസ്കാര സാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു യുവതി, അവരുടെ പേര് പറയാമെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് പറയാത്തത്.
അവർ പോലും പറയുന്നു ഡൽഹിയിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് യാത്ര പോകാൻ നമുക്ക് ഒരുമിച്ച് പൊയ്ക്കൂടെ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കും. പിന്നീട് അശ്ലീല സന്ദേശം അയക്കുന്നു. അവർ ഷാഫി പറമ്പിൽ MLA പരാതി പറഞ്ഞിരുന്നു, ഇങ്ങനെയുള്ള ഒരു വായി നോക്കിയെ നിങ്ങൾ ഒരിക്കലും സംസ്ഥാന പ്രസിഡന്റ് ആക്കരുതെന്ന് പറയുമ്പോൾ ഷാഫി പറമ്പിൽ ചിരിച്ചു എന്ന് അവർ സോഷ്യൽ മീഡിയ ചാനലടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ താങ്കളിൽ നിന്ന് എനിക്കൊരു ദുരനുഭവം ഉണ്ടായി. ഒന്നുകിൽ താങ്കൾ എനിക്ക് അശ്ലീലമായ ഒരു മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് എന്നെ കടന്നു പിടിച്ചു. ഞാൻ ഒന്നുകിൽ താങ്കളോട് പ്രതികരിക്കണം, അല്ലെ? ആ അശ്ലീല മെസ്സേജിന് ഞാൻ ഒന്നുകിൽ നല്ല വടിവത്ത രീതിയിൽ താങ്കൾക്ക് മറുപടി അയക്കണം. അല്ലെങ്കിൽ എനിക്ക് എന്റെ മൊബൈൽ ഓപ്ഷൻ ഉണ്ട് താങ്കളെ ബ്ലോക്ക് ചെയ്യാനായിട്ട്. എന്നെ ബ്ലോക്ക് ചെയ്യും, എനിക്ക് താങ്കളെ ബ്ലോക്ക് ചെയ്യാം. ഇല്ല, ഇനി ഒരു പൊതു സ്ഥലത്ത് വെച്ചാണ് താങ്കൾ എന്നെ അതിക്രമിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്റെ കൈകൾ ഉപയോഗിച്ച് താങ്കളെ ഒന്നുകിൽ അടിക്കാം, അല്ലെങ്കിൽ ചവിട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, നിയമപരമായിട്ട് നേരിടാം. അതേ ദിവസം ഇതിലൊന്നും നടന്നില്ലെങ്കിൽ എനിക്ക് അതേ ദിവസം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. കൊട്ടേഷൻ എന്നെ സംബന്ധിച്ച് ഞാൻ കൊട്ടേഷൻ കൊടുക്കില്ല. എന്റെ ഭാഗത്തു നിന്ന് ഞാൻ നല്ലത് കൊടുത്തു വിടും, ഇല്ലെങ്കിൽ ഞാൻ നിയമപരമായ നീങ്ങും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സ്ത്രീകൾക്കൊന്നും ഞാനൊരു സ്ത്രീയാണ്. നാളെ ഞാൻ എന്റെ ഭാഗത്തു നിന്നല്ല ചിന്തിക്കുന്നത്. നമ്മളോടൊപ്പം വർക്ക് ചെയ്ത ഒരുപാട്, നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകർക്ക് ആർക്കും ഒരു മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള മോശമായ അനുഭവങ്ങളും മെസ്സേജുകളും ലഭിച്ചിട്ടില്ല എന്ന് 100% ഉറപ്പായി പറയാൻ പറ്റില്ല. നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട്. നല്ല ഈ താഴെത്തട്ടിൽ, നമ്മളെയൊക്കെ താഴെത്തട്ടിൽ കാണുന്ന ഒരു ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് താഴെത്തട്ടില് രണ്ടാം കെട്ടിലുള്ളവരും, അതായത് അവരൊക്കെ 5 സ്റ്റാറും നമ്മളൊക്കെ ലോഡ്ജും. അതാണ് അവരുടെ, നമ്മൾ ചിന്തിക്കുന്നത് അവര് ലോഡ്ജ്, നമ്മൾ 5 സ്റ്റാറും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, അത് പറഞ്ഞപ്പോഴാണ് ഓൺലൈൻ മാധ്യമങ്ങൾ സംവദിക്കുന്നത് പോലെ തുറന്നു പറച്ചിലുകളും സത്യസന്ധമായ വാർത്തകൾ പറയുന്നതും മറ്റുള്ളവരെ പേയ്മെന്റ് ഒന്നും മേടിച്ചിട്ടില്ലല്ലോ. അല്ല, നമുക്ക് മേളിലാകാശം താഴെ ഭൂമിന്ന് തന്നെ, അതുകൊണ്ട് വെട്ടി തുറന്ന് പറയും. പക്ഷേ ഈ വൻകിട ടെലിവിഷൻ ചാനലുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ചെയർമാനെ പേടിക്കണം, അവരുടെ മാനേജർമാരെ പേടിക്കണം, പരസ്യക്കാരെ പേടിക്കണം, അവരുടെ PROമാരെ പേടിക്കണം. ഇത് പേടിക്കണം, HR തുരത്തു വരെ. അപ്പൊ ഇത്രയും ഭയങ്ങൾ നിന്നിട്ട് പിന്നെ എന്തെങ്കിലും പറ്റി ഈ സ്ഥാനം പോയി അടുത്ത ചാനലിൽ കയറണ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. ഒരു പരിധിക്ക് അപ്പുറം നിൽക്കുന്നവരെ കുഴപ്പമില്ല, എങ്കിൽ പോലും മുതലാളിക്ക് കീഴെ തല കുനിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് വെട്ടി തുറന്ന് പറയാ, ഈ ജോലി പോയാൽ അടുത്ത ജോലി. നമ്മള് തുമ്മിയെ തെറിക്കുന്ന മൂക്കാണ് പോട്ടെന്ന് കരുതി തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ എത്രയത്തിനടുത്ത് പോകേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും നമ്മള് ന്യായമില്ലാത്തടത്ത് നിന്നിട്ടില്ല. എങ്കിൽ പോലും ഈ പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള കേസുകൾ തനിക്ക് തന്നെ നേരിട്ടറിയാം. എനിക്കെതിരെ ഒരു പീഡന കേസ് വന്നത് തനിക്കറിയാം. അന്ന് സ്റ്റേഷനിൽ വന്ന് ഇടിച്ചു കയറിയിട്ട് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. അതെന്താണെന്ന് പറയാം. കാരണം ന്യായമായ ഒരു വാർത്ത ചെയ്തു. ആ വാർത്ത എന്താണെന്ന് ലോകം മുഴുവൻ അറിയാം. മണിക്കൂറുകൾ കൊണ്ട് മില്യൺ വ്യൂസിലേക്ക് പോയി ഓൺലൈനിൽ. ഇത് വന്നു പിറ്റേ ദിവസം ഇവിടുത്തെ മന്ത്രിയായിട്ടിരിക്കുന്നവർ, MP ആയിട്ടിരിക്കുന്നവർ, MLA ആയിട്ടിരിക്കുന്നവർ, എറണാകുളത്തിന്റെ ടോപ്പ് രാഷ്ട്രീയക്കാർ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ വാർത്ത ഡിലീറ്റ് ചെയ്യണമെന്ന് പറയാം. എന്നെ പിടിച്ചുകൊണ്ട് പോയി. എന്നോട് CI പറഞ്ഞൊരു കാര്യം അന്ന് നിങ്ങൾ നേരിട്ട് കണ്ടതാണ്. നമ്മുടെ പോളി വിടക്കൻ ഉൾപ്പെടെയുള്ളവർ ഇടിച്ച് കയറിയപ്പോൾ എങ്ങനെയെങ്കിലും വാർത്ത ഡിലീറ്റ് ചെയ്താൽ കേസെടുക്കാതെ വിടാമെന്ന്. നമ്മൾ പറഞ്ഞു വാർത്ത ഡിലീറ്റ് ചെയ്തില്ല, നിങ്ങൾ കേസെടുത്തു, സത്യസന്ധമാണ്. അപ്പൊ പറഞ്ഞത് കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞപ്പോ ഓർമ്മയുണ്ടല്ലോ പരാതി. സത്യത്തിൽ എല്ലാവരും നിരന്ന് നിന്നപ്പോ സഹി കെട്ടിട്ട് അവസാനം CI SP ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇത് പ്രശ്നമാവും, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. എങ്കിൽ പോലും മോളിൽ നിന്നുള്ള വിളിയായിരുന്നു പ്രശ്നം. എന്നിട്ട് അവസാനം ഗത്യന്തരമില്ലാതെ ഇത് പോലീസിന് പിന്നീട് കോടതിയിൽ വരുമ്പോൾ പോലീസുകാരുടെ ജോലി പോകുമെന്നുള്ള ഒരു പേടിയുടെ പുറത്ത് അന്ന് നമ്മളെ വിട്ടു. എങ്കിലും പോലീസ് നമ്മളെ വിട്ടില്ല. പല വിധത്തിൽ പല കേസുകൾ പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മളിപ്പം ഞാനിപ്പോ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്നെ ഒരു കുഴപ്പക്കാരനാണെങ്കിൽ ഒരിക്കലും വന്ന് പിന്നെയും മീഡിയയുടെ മുമ്പിൽ ഇരിക്കില്ല. കാരണം ആൾക്കാരെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഇപ്പോൾ ഒരു പരാതി കിട്ടി, രാഹുലിനെതിരെ പരാതി വരുന്നു, രാഹുൽ കുറ്റക്കാരനാണെന്നുള്ള രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ലോകം മുഴുവൻ പറയുമ്പോൾ അല്പമെങ്കിലും ഉളുപ്പുള്ളവനാണെങ്കിൽ മീഡിയയുടെ മുമ്പിൽ വരരുത്, എൻ്റെ ഒരു അഭിപ്രായം. കാരണം അല്ല, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പല വട്ടങ്ങളിലും ഹൂക്കെയറെന്ന് ചോദിച്ച ആള് പിന്നീട് പല ഇതിലും വന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതൊരു ധൈര്യമാണ്, ധൈര്യമല്ലത്. ശരിക്കും അത് ഉള്ളിൽ പേടി വെച്ചിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കുറ്റം ചെയ്തിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിരുന്ന തീർച്ചയായിട്ടും ആൾക്കാരെന്നെ വലിച്ചീരി ഒട്ടിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ നമുക്ക് മുന്നോട്ടൊരു ജീവിതമില്ല. കാരണം ഒരു മീഡിയയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു പെണ്ണുകേസിലോ ബലാത്സംഗ കേസിലോ പ്രതിയായി വന്ന ശേഷം
പിന്നെ മറ്റൊരു മീഡിയ നമുക്ക് സ്പേസ് തരില്ല. തരുമോ? ഇല്ല, തരില്ല. ഞാനും അതാണ് ചോദിക്കുന്നത്. ഈ പരാതിക്കാരൊക്കെ ഈ 1-2 വർഷം ഡ്രോമയിലായിട്ടും പിന്നീട് പരാതിയുമായി വരുന്നതിനെ കുറിച്ചാണ് എനിക്ക്. ഞാൻ 2 തരത്തിലെ പരാതിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, കുറ്റം ചെയ്യാതെയും പ്രതിയാകാം, കുറ്റം ചെയ്തും പ്രതിയാകാം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നു, മെസ്സേജുകൾ പുറത്തു വന്നു. മലയാളി അരിയാഹാരം കഴിക്കുന്നവൻ ഇത് വിശ്വസിക്കില്ലേ? തീർച്ചയായിട്ടും വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. രണ്ടുപേർ തമ്മിലുള്ള സ്നേഹബന്ധത്തിനിടയിൽ ഒരാൾ പറയുന്ന സംഭാഷണം എന്തിനാണ് റെക്കോർഡ് ചെയ്യുന്നത്? അപ്പോ മറ്റേ ആളെ ആ റെക്കോർഡ് ചെയ്ത ആൾക്ക് വിശ്വാസമില്ല എന്നുള്ളതല്ലേ അതിന്റെ ഏറ്റവും വലിയ വാസ്തവം. അങ്ങനെ വിശ്വാസമില്ലാത്ത ഒരാളിന്റെ കൂടെ പിന്നെയും അയാൾ കുട്ടി ഉണ്ടാക്കണം, അയാൾ പിന്നെ ഗർഭിണിയാകണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ എന്തിനാണ് പോയത്? എന്തിനാണ്? വിശ്വാസമില്ലാത്തത് കൊണ്ട്. എന്നെ ഒരാൾ വിളിക്കുമ്പോൾ എനിക്ക് അയാളെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യും. അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അയാൾ രണ്ടാമത് എന്റെ കുഞ്ഞിന്റെ അമ്മയാകണം എന്തിനാ പോയത്? ഒരു പെൺകുട്ടിയെ ഒരു തവണ ബലാത്സംഗം ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഒറ്റ തവണ. കൂടുതൽ തവണ ബലാത്സംഗം ചെയ്യാൻ പറ്റില്ല. ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുന്ന ബലാത്സംഗമല്ല, അത് ഉപേക്ഷിച്ച സംഭവപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. 3 നടങ്ങളിൽ കൊണ്ട് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാണ് കേസ് വന്നേക്കുന്നത്. അപ്പോ രാഹുൽ ഈ യുവതിയുമായി ബന്ധപ്പെട്ടു എന്നുള്ളത് രാഹുൽ ഇപ്പൊ സമ്മതിക്കുന്നു, കോടതിയുടെ മുന്നിൽ സമ്മതിക്കുന്നു. രാഹുൽ സമ്മതിക്കേണ്ട. അത് കേരളത്തിലെ അരിയാഹാരം, നേരത്തെ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മുഴുവൻ അറിയാം ആ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യരാണ്. പക്ഷേ എന്തിനു പോയി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ധന്യ പറഞ്ഞതുപോലെ ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, പരാതി കൊടുക്കാമായിരുന്നു, തിരിച്ചല്ലായിരുന്നു. എനിക്ക് അയാളെ വിശ്വാസമില്ല, അതുകൊണ്ടാണ് അയാളുടെ ഫോൺ ഞാൻ റെക്കോർഡ് ചെയ്തത്, അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തത്. ഇങ്ങനെ വിശ്വാസമില്ലാത്ത ഒരാളുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ എന്തിനു തയ്യാറായി? ഇല്ല, അവര് അമ്മയായില്ലല്ലോ, അവര് തന്നെ ഇത് ജ്യൂസ് അടിച്ച് കളഞ്ഞല്ലോ. അതെ, അവര് കളഞ്ഞു. ഇവരുടെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു, പറയുന്നുണ്ട് പിൽസ് മുഖ്യം ബിഗിലെ, അങ്ങനെ കണ്ടൊരു സാധനം. അതായത് ചെറിയൊരു ഓർമ്മയാണ്. അതായത് ഓരോന്ന് കുട്ടിയുടെ അമ്മയാകാൻ തയ്യാറാകാൻ പറയുമ്പോ ഇത് ഗർഭനിരോധന ഗുളിക അത്യാവശ്യമാണ് എന്നുള്ളൊരു മെസ്സേജോട് വരുന്നുണ്ട്. അപ്പൊ ആരും അറിയാതൊന്നുമല്ല. എന്തായാലും ആകാശത്ത് നിന്ന് പൊട്ടി വീണൊന്നും ഗർഭം ഉണ്ടായിട്ട് ചരിത്രമില്ല. ഇല്ല, എന്തായാലും കോടതി ഈ കാര്യങ്ങൾ കൃത്യമായി കേൾക്കട്ടെ. അത് പുരുഷന്മാരോട് കൂടിയാണ് ഒരു കാര്യം. ലോകത്തിലെ എല്ലാ സ്ത്രീകളും പിന്നെ നമുക്ക് വിശ്വസിക്കാൻ, ഇപ്പൊ ഞാൻ അടക്കമുള്ള സ്ത്രീ സമൂഹത്തെ ഇപ്പൊ ചോദ്യമുനയിൽ നിർത്തുന്ന ഓരോ സംഭവങ്ങൾ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ത്രീയും സംശയത്തിന് അതീതയല്ല എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പൊ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വിശ്വാസമുള്ളവർ ഒരിക്കലും നമ്മുടെ ഫോണുകളോ നമ്മുടെ മെസ്സേജുകളോ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളോ പുറത്തുവിടില്ല, ശേഖരിച്ച് വയ്ക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അല്ലാത്തവർ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കും. എപ്പോഴാണ് അടി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് മുന്നോട്ട് പോവുക. തുറന്നു വെച്ചിരിക്കുന്ന എല്ലാ കടയിലും കയറി ചോറ് കഴിക്കാൻ. അത്രേ ഉള്ളൂ.